ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈശ്വര, ശ്യാമയോട് ഞാനത് എങ്ങനെ പറയും? രാധിക എന്നെ കണ്ടാലും പ്രശ്നമാണല്ലോ. പ്രിയങ്ക പറഞ്ഞതിലും വാസ്തവല്ലേ? അവരുടെ നിലപാട് നമ്മൾ എന്തു പറഞ്ഞാ തിരുത്തുക? വെറുതെ പോയി നാണം കടന്നോ? അച്ഛൻ വരണ്ട, കണിമംഗലത്താരോട് ഞാൻ സംസാരിച്ചോളാം. കാല് പിടിക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ അതും ചെയ്തോളാം. ഞാനിവിടെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം അച്ഛാ. അതൊന്നും വേണ്ട. ഇവിടെ എന്താ പോകാനും പറയാനും വേറെ ആളില്ലേ? അമ്മ പോകോ? കടിമംഗലത്തെ മരുമകളായിട്ട് തിരിച്ച് ഇവിടെ അവിടെ കേറ്റുന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോ അമ്മേ? സാമാന്യം ബോധം ഉണ്ടെങ്കിൽ ഈ നേരത്തെങ്കിലും ഒന്ന് മിണ്ടായിരിക്കാൻ ശീലിക്കുക. അമ്മയ്ക്കോ എനിക്കോ യശോദയ്ക്കോ പറയാൻ പറ്റാത്തൊരു വാക്കാ ഇപ്പൊ രാധികമോള് പറഞ്ഞത്. മോളെ, അവരുടെ തീരുമാനത്തിന്റെ കാര്യത്തില് അച്ഛന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ നീ പറഞ്ഞ ധൈര്യത്തിൽ പോയി നോക്കാം. അവളുടെ ജീവിതമല്ലേ. മോളെ, ആളുകളുടെ ചർച്ചാ വിഷയമാകാൻ ഈ കാലത്ത് എളുപ്പ. അതേത് വഴിക്കും ആവാം. പക്ഷേ പ്രത്യേകിച്ച് ചർച്ചയൊന്നുമില്ലാതെ ചില ആളുകൾ മനസ്സിൽ കൊണ്ടു നടക്കും. അതാണ് മഹത്വം. അങ്ങനെ ആവാൻ നോക്കണം നീ. അയ്യോ, ദേ ഗായിക ശ്യാമ മാഡം. അതെ, ഒന്ന് നിർത്തോ ചേച്ചി. അത് ശ്യാമ മേഡം തന്നെയാണോ? നിങ്ങൾ കണ്ടായിരുന്നോ? പിന്നെ ഞാൻ കൃത്യമായിട്ട് കണ്ടു. എങ്കിൽ നിങ്ങളോട് വെയിറ്റ് ചെയ്യോ? ഞങ്ങളെ അമ്പലം വരെ ഒന്ന് പോയിട്ട് വാ. ചേച്ചി എന്താ ഇത്? നമുക്ക് പോകണ്ടേ? എടി, എത്ര കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നെന്ന് അറിയോ? ശ്യാമ മേഡത്തൊന്ന് കാണാൻ. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ചിലപ്പോ ഭഗവാന്റെ നടയിൽ വെച്ച് കാണാനായിരിക്കും യോഗം. ചേച്ചി വാ. ചേച്ചി, അവര് പോയിട്ടുണ്ടാവും. ഇല്ല, ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് കാണാനുള്ള മുഹൂർത്തായിന്ന് തോന്നുന്നു. പിന്നെ മുഹൂർത്തം. പ്രിയേ, നിന്റെ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കുന്നതല്ലേ. ഇതൊരു ചെറിയ ആഗ്രഹല്ലേടി, ഒന്ന് സാധിച്ചു തന്നൂടെ പ്ലീസ്? ശരി. രാധിക അത്തം നക്ഷത്രം. ചേച്ചി, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ അവര് പോയിട്ടുണ്ടാവുന്നു. ഇല്ല, എന്റെ മനസ്സ് പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടാവുന്നു. അതെനിക്ക് ഉറപ്പാ.
ശ്യാമയോട് ഞാനത് എങ്ങനെ പറയും? രാധിക എന്നെ കണ്ടാലും പ്രശ്നമാണല്ലോ. എവിടെ നോക്കി നിങ്ങൾ നടക്കുന്നേ? ഇത് കണ്ടോ? എന്റെ ഡ്രസ്സിൽ മുഴുവൻ പായസമായി. കണ്ണു തുറന്നു വെച്ച് നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. ഞാനല്ല, നിങ്ങളാ കണ്ണു തുറന്ന് നടക്കണ്ടേ. ഇത്രയും പ്രായമായല്ലോ, ഒരു ബോധവും ഇല്ലേ? പ്രിയേ, മര്യാദക്ക് നോക്കി നടക്കണം. ഓ പിന്നെ ഒരു പായസം എല്ലാം എന്റെ ദേഹത്താക്കി. മാനത്ത് നോക്കിയാണ് നടക്കുന്നേ. പ്രിയ, നീ ഇങ്ങോട്ട് വാ. ഇവിടെ പോട്ടെ. എന്തിനാ അതെന്തിനാ പോട്ടേന്ന് വെക്കുന്നേ? ദേഹത്ത് പായസം വീഴ്ത്തിയതും പോരാ, എന്നിട്ട് അവരുടെ അഹങ്കാരം കണ്ടില്ലേ?